ഒരിക്കൽ എന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തിയോളജി തേർഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് വോളിബോൾ കളിച്ച് എന്റെ കാലിന്റെ ലിഗ്മെന്റ് ഇങ്ങനെ പെട്ടെന്ന് പൊട്ടി. അപ്പൊ അതിന് ഓപ്പറേഷൻ ആവശ്യമാണെന്ന് ഇങ്ങനെ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ഞാൻ നാട്ടിലൂടെ വരികയൊക്കെ ചെയ്തു. ഓപ്പറേഷൻ ഇങ്ങനെ ചെയ്തു. 2 മാസത്തെ റെസ്റ്റിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആ അവസരത്തില് ഞാൻ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഇങ്ങനെ വീടിന്റെ പുറത്ത് ഇങ്ങനെ ഇരുന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ പെട്ടെന്ന് ഉറങ്ങിപ്പോയ അവസരത്തിൽ ഞാൻ കണ്ട ഒരു കാഴ്ച നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനിങ്ങനെ ഒരു നീലാകാശത്തെ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ്. എന്റെ ഓപ്പോസിറ്റ് വശത്ത് കർത്താവ്. അതായത് കർത്താവ് സാധാരണ നീലയല്ല, ചുമന്ന ഷാളുള്ള വെള്ള ഉടുപ്പിട്ട ഈശോ അല്ല, ഉൾക്കിരീടം വെച്ച വേദനിക്കുന്ന ഒരു കർത്താവിനെയാണ്. അപ്പം കർത്താവിനോട് ഞാൻ ചോദിച്ചു, ഈശോയെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യം എന്നെ ഒത്തിരി സങ്കടപ്പെടുത്തി. ഈശോ പറയുവാണ്, എല്ലാവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് എല്ലാവരും പ്രാർത്ഥന ചോദിച്ച് എന്റെ അടുത്ത് വരുന്നത്. പക്ഷെ ഞാൻ സന്തുഷ്ടനാണോ എന്ന് പലപ്പോഴും ആരും ചോദിക്കാറില്ല. ശരിക്കും കർത്താവ് സന്തുഷ്ടനാണെന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ? നമ്മൾ ദേവാലയത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും ഒക്കെ പറയുന്നല്ലാതെ ഈശോയെ ഇന്ന് എന്റെ ജീവിതം കൊണ്ട്, എന്റെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് നീ സന്തുഷ്ടനാണോ എന്ന് തമ്പുരാനോട് നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ല. അപ്പൊ ഈശോ എന്നോട് പറഞ്ഞു, നീ എന്റെ സ്നേഹത്തിന്റെ ഒരു ഉപകരണമാണെന്ന് എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് ഞാൻ ഞെട്ടിയുണ്ടാവുന്നു. പക്ഷെ ആ സ്വപ്നം എന്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് ഒരു വിങ്ങുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു സ്വപ്നമായിരുന്നു. ഈശോയുടെ സ്നേഹത്തിൽ, അതായത് ഈശോയുടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അതായത് അതിനുവേണ്ടി കൊതിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം മറന്ന് എനിക്ക് ഈശോ മാത്രം മതി, വേറൊന്നും വേണ്ട കർത്താവ് എന്നുള്ള ആ സ്നേഹത്തിന് നമ്മൾ ആത്മാർത്ഥ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ ജീവിതത്തെ പറ്റി. അതാണ് ശരിക്കും നമ്മുടെ ജീവിതം ഭയങ്കര മനോഹരമാണ്. അങ്ങനെ ഒരു സ്നേഹത്തിന്, കർത്താവിന്റെ സ്നേഹത്തിൽ നമുക്ക് വളരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമാണ്. സ്നേഹത്തിന്റെ തൈലം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവായിട്ട് ഒരു കൂട്ടുകൂടണം. പരിശുദ്ധാത്മാவோட ഒരു വ്യക്തിബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനായിട്ട് നിരന്തരമായി പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ചോദിക്കുന്നത് എന്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളൊരു വാഗ്ദാനം, ഈശോ നൽകിയ വാഗ്ദാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ആ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക. അപ്പോൾ എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയില്ലേ എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് പറയുന്ന കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ. ആത്മീയ ജീവിതം എന്ന് പറയുന്ന മനോഹരമായ ജീവിതമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശൂന്യതകൾ പലപ്പോഴും ഉണ്ടാകും. പക്ഷെ ശൂന്യതകളെല്ലാം സ്നേഹത്തിന്റെ തൈലം കൊണ്ട് നിറയ്ക്കാനായിട്ട് നാം പരിശ്രമിക്കണം. സ്നേഹത്തിന്റെ തൈലം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. സ്നേഹത്തിന്റെ തൈലം കൊണ്ട് നിറയ്ക്കുമ്പോൾ ആ ശൂന്യതകളെല്ലാം ഫില്ലായി മാറും, നിറയും. ശൂന്യത മുഴുവൻ നിറയും. അപ്പോൾ